അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. നമ്മളെയും അദ്ദേഹത്തെയും അള്ളാഹു ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് മെസ്സേജ് ഞാൻ ഇന്ന് കേട്ടു. അദ്ദേഹത്തെ ഒരു മാതൃകാ യുവാവ് എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നു. കാരണം വോയിസ് മെസ്സേജിൽ അദ്ദേഹം പറയുന്നത്, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നടത്തിയ മെസ്സേജിൽ പറയുന്നത്, ഞാനൊരു സ്വപ്നം കണ്ടു. ഒരാൾ മരിക്കുന്നതാണ് ഞാൻ കണ്ടത്. മരണശേഷം കുടുംബാംഗങ്ങൾ ചുറ്റും കൂടി കരയുന്നു. അപ്പോൾ എന്തോ ഒരു സാധനം ഇങ്ങനെ ആകാശത്തേക്ക് ഉയർന്നു പോകുന്നു. ആ സാധനം വിളിച്ചു പറയുന്നു, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? ഞാൻ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് കുതിക്കുകയല്ലേ എന്ന് വിളിച്ചു പറയുന്നു. ആ സ്വപ്നം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫോൺ റിങ് ചെയ്തു. ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തപ്പോൾ അങ്ങേ തലക്കൽ ഒരു സ്ത്രീ ആയിരുന്നു. ആ പെണ്ണ് പറഞ്ഞു, നിങ്ങൾ ഇന്ന ആളുടെ സുഹൃത്തല്ലേ? അതെ. എന്നാൽ ആ ആളുടെ വാപ്പ മരിച്ചു പോയിട്ടുണ്ട് എന്ന വാർത്ത നിങ്ങൾ അറിയിക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അസ്ലം പറയുന്നു, എന്നെ ഈ സ്വപ്നം വല്ലാതെ പിടിച്ചുലച്ചു. നമ്മളൊക്കെ നല്ല മരണം ആഗ്രഹിക്കണം. നമ്മൾ മരിച്ചാൽ മലക്കുകളും ജനങ്ങളും നല്ലത് സന്തോഷിക്കുകയും നല്ലത് പറയുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവണം. അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വോയിസ് മെസ്സേജ് അവസാനിക്കുന്നത്. അത് കേട്ടപ്പോൾ സത്യത്തിൽ ഒരു ചെറുപ്പക്കാരൻ്റെ ആ മെസ്സേജ് കേട്ടപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ പിടിച്ചുലക്കപ്പെട്ടു. സത്യത്തിൽ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം ഉണ്ടായാൽ മാത്രമേ നമ്മളൊക്കെ രക്ഷപ്പെടുകയുള്ളൂ. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ കാരുണ്യം ഉണ്ടാവാനുള്ള ഒരുപാട് വഴികളുണ്ട്. ആ കരുണ നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്നത് തിരിച്ചറിയാനുള്ള ചില സൂചനകളുമുണ്ട്. അതൊരുപാട് ഹദീസിലൂടെ പരിശുദ്ധ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിലക്ക് ഉള്ള ചില ലക്ഷണങ്ങൾ അത് നമ്മിൽ തന്നെ ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. ആ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് നമ്മൾ അർഹരായി തീരും എന്ന് പ്രതീക്ഷിക്കാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഞാൻ പറയുന്നത്, കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ ഒരു വലിയ സാംസ്കാരിക മുന്നേറ്റത്തിന്റെ ചെറിയ ഒരു ഉദാഹരണമാണ് ഞാനിവിടെ പറയുന്നത്. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് ആ മരിച്ചുപോയ അസ്ലം. പരിശുദ്ധ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവകാരുണ്യ പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കൂ, ഉന്നതങ്ങളിൽ ഉള്ളവർ നിങ്ങളോട് കരുണ കാണിക്കും. ആ കരുണ ലഭിച്ചാൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. അങ്ങനെ അള്ളാഹു സ്നേഹിക്കുന്ന സജ്ജനങ്ങളിൽ കേരളത്തിലെ മുസ്ലിമീങ്ങൾ മുൻപന്തിയിലാണ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. കേരളീയ മുസ്ലിമീങ്ങൾക്ക് ഒരു പ്രത്യേക തൗഫീഖ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയിട്ടുണ്ട്. അത് ലോകത്തെ എവിടെയും കാണാൻ കഴിയില്ല. ഇപ്പോൾ കേരളത്തിലെ മുസ്ലിമീങ്ങൾ നിങ്ങൾ ഇവിടെ ഒത്തുകൂടി, ഇങ്ങനെ ഒരു കൂട്ടായ്മ ഒന്നില്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു റൂമിൽ ഇങ്ങനെ കഴിച്ചു കൂട്ടും, നിങ്ങളുടെ ജീവിതം തള്ളി നീക്കും. നിങ്ങൾക്ക് സത്യത്തിൽ പരസ്പരം തിരിച്ചറിയാനോ ഇങ്ങനെ യോജിച്ചിരിക്കുവാനോ സലാത്ത് സംഘടിപ്പിക്കാനോ പ്രബോധനം സംഘടിപ്പിക്കാനോ അവസരം ഉണ്ടാവില്ല. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കി തന്നതിൽ അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹവും. അതിൽ വളരെ പ്രധാനപ്പെട്ടത് രണ്ട് വിഭാഗത്തെ കൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഒന്ന് പണ്ഡിതന്മാരും മറ്റൊന്ന് നേതാക്കന്മാരും. സിൻഫാനുമിൻ ഉമ്മത്തി ഇദാ സലഹാ സലഹന്നാസു കുല്ലുഹും വഇദാ ഫസദാ ഫസദനാസു കുല്ലുഹും അൽ ഉലമാഉ വൽ ഉമറാ. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ ശൈഖുന ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറുഹുൽ അസീസ് തങ്ങൾ അവர்கள் ഒരു പ്രസംഗം നടത്തി കഴിഞ്ഞപ്പോൾ എന്നോട് കോഴിയോട് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ 40 വർഷമായി ദർസ് നടത്തുന്നു ഈ ഹദീസ്, പക്ഷെ ഇപ്പോഴാണ് അതിന്റെ അർത്ഥം മനസ്സിലായത്.
പണ്ഡിതന്മാരും നേതാക്കന്മാരും പരസ്പരം സലാഹിയത്തിന്റെ മാർഗം സ്വീകരിച്ചാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് ശൈഖുന അതിന് വ്യാഖ്യാനം നൽകിയത്. ഞാൻ പറയുന്നു, കേരളത്തിലെ മുസ്ലിമുകളുടെ എല്ലാവിധ ഉയർച്ചയുടെയും കാരണം ഈ പരസ്പരം സലാഹിയത്താണ്. അതിന്റെ അർത്ഥതലങ്ങൾ വളരെ വിപുലമാണ്. പരിശുദ്ധ സഹാബാക്കൾ കേരളത്തിൽ ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചു. നമ്മുടെ ഉസ്താദുമാരവരാണ്. തലമുറയായ ആലിമീങ്ങൾ ആ ചൈതന്യം കാത്തു സൂക്ഷിച്ചു. ചില തിരുത്തൽ ശക്തികൾ നമുക്കെതിരെ രംഗത്ത് വന്നപ്പോൾ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെതിരെ രംഗത്ത് വന്നപ്പോൾ, ആ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ ആരിഫീങ്ങളിൽ പ്രമുഖനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മഹാപണ്ഡിതന്മാരെയും ഔലിയാക്കന്മാരെയും വിളിച്ചുകൂട്ടി ഈ കാര്യം ചർച്ച ചെയ്തു. ആലിം എന്ന നിലയ്ക്ക് ഇനി പ്രവർത്തിച്ചാൽ പറ്റില്ല. ആലിം എന്ന നിലയ്ക്ക് ഒറ്റക്ക് പ്രവർത്തിച്ചാൽ പറ്റും. ഉലമാ എന്ന നിലയ്ക്ക് നമ്മൾ യോജിച്ചു നിൽക്കണം എന്ന സന്ദേശം ഉണ്ടാവുന്ന അവിടെയാണ്. അവിടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന സംഘടനയ്ക്ക് രൂപം നൽകപ്പെട്ടു. ആ സംഘടനയുടെ മഹത്വം ഞാൻ നിങ്ങളെ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ. ആ മീറ്റിംഗിൽ പങ്കെടുത്ത ആരും ഇപ്പം ജീവിച്ചിരിപ്പില്ല. ഒരാൾ ഉണ്ടായിരുന്നു അടുത്ത കാലം വരെ, റയീസുൽ മുഹഖഖീൻ ഉസ്താദുൽ അസാത്തീദ് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിറഹു തഖബ്ബർ. കണ്ണിയത്ത് ഉസ്താദിനെ പറ്റി പറയുമ്പോൾ സത്യത്തിൽ മലയാളത്തിൽ ഒരു ഭാഷയുണ്ട്, ഒരു പ്രത്യേക പ്രയോഗം. ഏറ്റവും നല്ലതിനെ പളുങ്ക് പോലെ പരിശുദ്ധം എന്ന് പറയും. മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ പറ്റി പളുങ്ക് പോലെ പരിശുദ്ധം എന്ന് പറഞ്ഞാൽ തെറ്റാണ്. പളുങ്കിനേക്കാൾ പരിശുദ്ധം എന്ന് പറയേണ്ടി, ഭാഷാർത്ഥത്തിൽ തെറ്റായിരിക്കാം, പക്ഷെ പളുങ്കിനേക്കാൾ പരിശുദ്ധൻ എന്ന് പറയേണ്ടി. ആ കണ്ണിയത്ത് ഉസ്താദിന്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ജീവിതത്തിൽ ഒരു കറാഹത്ത് ചെയ്തിട്ടില്ലെന്നും സുന്നത്ത് ഒഴിവാക്കിയിട്ടില്ലെന്നും ഒക്കെ പറയാൻ വളരെ എളുപ്പമാണ്. അതിന്റെ ഗൗരവം മനസ്സിലാവേണമെങ്കിൽ അതുപോലെ ഒരു ദിവസം ജീവിക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ മനസ്സിലാകും. ഒരു ദിവസം കണ്ണിയത്ത് ഉസ്താദ് ജീവിച്ചതുപോലെ ഒരു ദിവസം ജീവിക്കാൻ തീരുമാനിച്ചാൽ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ആരാണ് കണ്ണിയത്ത് ഉസ്താദ് എന്ന്. ആ കണ്ണിയത്ത് ഉസ്താദാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് വളരെ കാലം നേതൃത്വം നൽകിയ മഹാനായ നമ്മുടെ നേതാവ്. ആ കാലത്ത് നേതൃത്വം വഹിച്ച മറ്റൊരു മഹാപ്രതിഭയാണ് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹു തഖബ്ബർ. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹു തഖബ്ബർ സത്യത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കേരളീയ മുസ്ലിം സമൂഹത്തിന് നൽകിയ വലിയ ഒരു നിഅമത്താണ്, ഒരു അനുഗ്രഹമാണ്. മഹാനായ ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞത് ഒരു നൂറ്റാണ്ടിലെ മുജ്ജിദ്ദാണ് ശൈഖുനാ ശംസുൽ ഉലമ എന്നാണ്. അലിക്കുട്ടി ഉസ്താദ് പറഞ്ഞത് ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹിയെ കാണാൻ ഭാഗ്യമില്ലാത്ത ഈ തലമുറക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹിയാണ്, രണ്ടാമനാണ് ശൈഖുനാ ശംസുൽ ഉലമ. ആ ശൈഖുനാ ശംസുൽ ഉലമ നമുക്ക് നൽകിയ ധീരോദാത്തമായ നേതൃത്വം. അതിനുശേഷം ഒട്ടനവധി പണ്ഡിത ശ്രേഷ്ഠന്മാർ, അവരുടെയൊക്കെ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അങ്ങനെയുള്ള മഹാന്മാരായ ആലിമീങ്ങളാണ് നമുക്ക് നേതൃത്വം വഹിച്ചത്. ആലിമീങ്ങളും നേതാക്കന്മാരും, ഈ കാലഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയരായ നേതാക്കന്മാരും ആലിമീങ്ങളും നമുക്ക് നേതൃത്വം വഹിച്ചു. ആലിമീങ്ങൾ ഓരോരുത്തരെയും ഞാൻ വിശദമായി പറയാൻ സമയമില്ല. ഓരോരുത്തരും, പലരും അപ്രധാനികളാണ് എന്ന് കരുതുന്ന ചിലർ, CH ഹൈദ്രോസ് മുസ്ലിയാർ മഹാനവറുകൾ വളരെ ചെറുപ്പത്തിലെ എനിക്ക് പരിചയമുള്ള ഒരു മഹാനായ പണ്ഡിതനാണ്. വളരെ ചെറുപ്പത്തിൽ, ഒരു 10-16-17 വയസ്സ് പ്രായമുള്ള സമയത്ത് തന്നെ മഹാനവറുകൾ എന്റെ മഹൽ ഉൾക്കൊള്ളുന്ന റേഞ്ചിൽ ഒരു 10 ദിവസം ക്യാമ്പ് ചെയ്ത് എല്ലാ മഹലിലും, ഓരോ ദിവസം ഒരു മഹലിൽ, അന്ന് 12 മദ്രസയോ മറ്റോ ഉള്ളത് ആ റേഞ്ചിൽ, അവിടെ ഒരു ദിവസം മദ്രസയിൽ രാത്രി ജനങ്ങളോട്, ഒരു ദിവസം രക്ഷിതാക്കളോട്, രാത്രി ജനങ്ങളോട് പ്രബോധനം നടത്തിയത് എനിക്കറിയാം. ആ പര്യടനത്തിൽ മഹാന്റെ കൂടെ
റേഞ്ചിന്റെ ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്ക് പങ്കെടുക്കാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ഞാൻ റേഞ്ചിന്റെ പ്രവർത്തകനായത് 18ാമത്തെ വയസ്സിൽ ഞാൻ മഹലിന്റെ ജനറൽ സെക്രട്ടറിയായി കല്ലായിൽ. അപ്പൊ അന്ന് മഹലിന്റെ ആളുകൾ കൂടി റേഞ്ചിൽ പങ്കെടുക്കാറുണ്ട്. ഇപ്പോൾ അത് കുറച്ച് കുറവാണ്. ആ നിലക്കാണ് ഞാൻ ഷേഖുനയുടെ കൂടെ സന്ദർശനം നടത്തിയത്. ഞാൻ അന്നാ മഹാനെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നു, ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പണ്ഡിതനെ നമുക്ക് കണ്ടെത്താൻ കഴിയുമോ? എന്താണ് ജീവിതത്തിലെ ലാളിത്യം? ഇപ്പോ കോടികളുടെ കാറിന്റെ മത്സരമാണല്ലോ അല്ലേ? ഷേഖുന അന്ന് ബസ്സിലാണ് വരിക. ക്ഷണിച്ചാൽ ബസ്സിൽ വരും. മീറ്റിംഗ് കഴിഞ്ഞാൽ ഉള്ള വാഹനത്തിൽ പോകും. ജീപ്പിലാണെങ്കിൽ ജീപ്പിൽ, ലോറിയിലാണെങ്കിൽ ലോറിയിൽ. കാണുന്ന വാഹനങ്ങൾക്കൊക്കെ കൈ കാണിക്കും. ഇനി വാഹനം ഒന്നും കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും പള്ളിയിൽ കൊലായിൽ കിടന്നുറങ്ങും. പ്രബോധന വീതിയിൽ ഇത്ര വലിയ ഒരു മാതൃക നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. സി എച്ച് ഹൈദ്രോസ് ഉസ്താദിന്റെ ചരിത്രത്തിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരു പോലീസ് വണ്ടിക്ക് കൈ കാണിച്ച കഥ. ചുവന്ന ലൈറ്റ് വിട്ട് പോകുന്ന ഒരു വണ്ടി കണ്ടപ്പോൾ കൈ കാണിച്ചു. അപ്പോൾ വണ്ടി നിർത്തിയിട്ട് പോലീസ് ഓഫീസർ ചോദിച്ചു, എന്താ മിസ്റ്റർ, ഇതൊരു പോലീസ് ഓഫീസറുടെ വണ്ടിയാണെന്ന് അറിഞ്ഞുകൂടെ? അപ്പൊ മൂപ്പരിങ്ങനെ താടി തടവിയിട്ട് പറഞ്ഞു, പോലീസുകാരുടെ കൂട്ടത്തിൽ നല്ല മനുഷ്യന്മാരുണ്ടാവും തോന്നിയിട്ട് കൈ കാണിച്ചതാണ്. മലപ്പുറം SP ആയിരുന്നു. മൂപ്പരോട് വീട് എവിടെയെന്ന് ചോദിച്ച് വണ്ടി കയറ്റി വീട്ടിൽ കൊണ്ടു ഇറങ്ങിക്കോ. അള്ളാഹുവിനെ ഭയപ്പെട്ടവരെ ലോകം ഭയപ്പെടും. ആ സി എച്ച് ഹൈദ്രോസ് ഉസ്താദ് ഒരു പള്ളിയിൽ കയറിയ കഥയുണ്ട്. എവിടെ വാഹനം കിട്ടാഞ്ഞിട്ട് പള്ളിയിൽ ഉറങ്ങാൻ കയറി. അപ്പൊ മുക്കരിക്ക വാതിലൊക്കെ അടച്ചു കൂട്ടാൻ. മുക്കരി ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദ് ഞാൻ ഇവിടെ ഒന്ന് ഉറങ്ങിക്കോട്ടെ? അപ്പൊ ഉസ്താദ് പറഞ്ഞു, കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്, അങ്ങനെ ഉറങ്ങാൻ പറ്റില്ല. രാത്രി 10 മണിക്ക് ശേഷം ആർക്കും പ്രവേശനമില്ല. അപ്പൊ മൂപ്പര് ആകെ വിഷമിച്ചു. മൂപ്പര് പറഞ്ഞു, എനിക്ക് വണ്ടി ഒന്നും കിട്ടിയില്ലല്ലോ, കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ, ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ മൂപ്പര് ഹൗസും കരയിൽ ഒരു സ്ഥലം ചൂണ്ടിക്കാണിച്ചിട്ട്, ഞാൻ അവിടെ കഴിച്ചു കൂട്ടിക്കൂട്ടി രാവിലെ വരെ, അവിടെ ഇരുന്നോട് ഇടങ്ങേറൊന്നും ആക്കരുത് ഉസ്താദ് പറഞ്ഞു. മൂപ്പർ അവിടെ ഇരുന്നു. തഹജ്ജുദിന്റെ സമയത്ത് ഒന്നും ഉണ്ടാക്കാൻ മുദ്രസ് ഇറങ്ങി വന്നപ്പോൾ ആ മൂലയിൽ നിന്നൊരു മഹാമനുഷ്യൻ എഴുന്നേറ്റ് വരുന്നു. സമസ്ത കേരള ജമിയത്തുൽ-ഉലമയുടെ വൈസ് പ്രസിഡന്റ് അല്ലാലിമുൽ അല്ലാമ സി എച്ച് ഹൈദ്രോസ് ഉസ്താദ്. ആ മുദ്രസിന്റെ ഉസ്താദാണിത്. മുദ്രസ് ഞെട്ടിപ്പോയി. ഓടിച്ചെന്ന് കൈപിടിച്ചുകൊണ്ട് ചോദിച്ചു, ഉസ്താദെ, ഇതെന്ത് ഇവിടെ? ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാൻ മുകളിൽ ബെഡ്റൂമിൽ സുഖമായി ഉറങ്ങി, ഉസ്താദ് ഇവിടെ. ഇതെനിക്ക് ജീവിതത്തിൽ മറക്കാൻ കഴിയുമോ ഈ വേദന? അപ്പൊ മുക്രിക്കും സംഗതി മനസ്സിലായി, അബദ്ധം പറ്റിയത്. മുക്രി പറഞ്ഞു, ഉസ്താദ് എനിക്ക് ആളെ മനസ്സിലായില്ല. അപ്പൊ മുപ്പര് സാധാരണ ഇങ്ങനെ കൈ മുട്ടിയിട്ട് പറയും, ഇങ്ങനെ പിടിച്ച് ചെക്കിയിട്ട് പറയും, അള്ളാഹു ഹൈറേട്ടെ, അള്ളാഹു ഹൈറേട്ടെ മുക്കറിനോട്. അപ്പോ ആ മുക്കറി ചോദിച്ചു, ഉസ്താദിന് ഇത് ഞാൻ ആരാണെന്ന് പറഞ്ഞുകൂടായിരുന്നോ? സി എച്ച് ഹൈദ്രോസ് മുസ്ലിയാരാണെന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് മനസ്സിലാവുമല്ലോ, എനിക്ക് കേട്ടറിവുണ്ട്. അപ്പോൾ മഹാൻ ചോദിച്ചു, എന്താണ് പ്രത്യേകത? ഞാൻ സി എച്ച് ഹൈദ്രോസ് മുസ്ലിയാരാണെന്ന് ഈ മുക്രിയോട് പറഞ്ഞാൽ അത് കിബറായി പോകുമെന്ന് മഹാൻ ഭയപ്പെട്ടു. സി എച്ച് ഹൈദ്രോസ് മുസ്ലിയാരാണെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ സാധാരണക്കാരനല്ല എന്നല്ലേ അതിന്റെ ധ്വനി. അപ്പോൾ അതിൽ കിബർ വരും, എന്റെ അമൽ നഷ്ടപ്പെട്ടു പോകുമെന്ന് ഭയപ്പെട്ടിട്ടാണ് മഹാനായ സി എച്ച് ഉസ്താദ് പേര് പറയാതിരുന്നത്. നമ്മുടെ സമസ്തയുടെ അലിമീങ്ങളുടെ മാതൃക ഏതാണ്? കോട്ടുമല ഉസ്താദ് പട്ടിക്കാട് ജാമിയ നൂരയിൽ ദർസ് നടത്തുന്ന സമയത്ത് മൂത്രസംബന്ധമായ അസുഖം വന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. എല്ലാ ദിവസവും ഡോക്ടറോട് പറയും, ദർസ് ദർസ് ദർസ്, കുട്ടികൾ സബുക്ക് മുടങ്ങുന്നു, കുട്ടികൾ വിഷമിക്കുന്നു, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ചപ്പോൾ ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് വീട്ടിൽ വന്നു. പക്ഷേ മൂത്രത്തിൽ പൈപ്പുണ്ട്, സജ്ജിയിലാണ് മൂത്രം പോകുന്നത്. പിറ്റേന്ന് രാവിലെ മൂപ്പർ ജാമ്യയിലേക്ക് പുറപ്പെടുകയാണ്. ബസ്സിലാ പോകേണ്ടത്. കുടുംബം പറഞ്ഞു, ഈ കോലത്തിലേക്ക് പോകും. മൂപ്പർ പറഞ്ഞു, പറ്റില്ല, കുട്ടികൾ വിഷമിക്കുകയാണ്, ദർസ് മുടങ്ങിയിട്ടുണ്ട്. ഇൽമിനോടുള്ള ബന്ധം നിങ്ങൾ മനസ്സിലാക്കണം. ഇതാണ് സമസ്ത, ഇതാണ് നമ്മളല്ലാതാവരുത്.
മഹാനായ കോട്ടുമല ഉസ്താദ് പോയി. എന്നോട് ഒരു ദിവസം മുഹമ്മദ് ഫൈസ് പറഞ്ഞത്, ഒരു ദിവസം കോട്ടുമല ഉസ്താദ് ബസ്സിൽ കയറിയത് ബാക്ക് ഡോറിലൂടെ. അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല, സീറ്റ് കിട്ടിയില്ല. മൂപ്പരിങ്ങനെ പിടിക്കാൻ കമ്പി, ഒരു കയ്യിൽ ഈ സഞ്ചിയും മറ്റേ കയ്യിൽ ബസ്സിന്റെ കമ്പി. ആരാണിത് എന്ന് ഓർക്കണം കേട്ടോ. കോട്ടുമല ഉസ്താദ് ജീവിച്ചിരിക്കുന്ന കാലത്ത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഒരു 5 പണ്ഡിതന്മാരെ തിരഞ്ഞെടുത്താൽ അതിൽ മഹാനായ കോട്ടുമല ഉസ്താദ് ഉണ്ടാകും. ആ പണ്ഡിതന്റെ ലാളിത്യമാണ് ഞാൻ പറയുന്നത്. കാലമ്പാടി ഉസ്താദും അതല്ലേ ചെയ്തത്. അവസാനം ഓട്ടോറിക്ഷയിലാ പോയത് പട്ടിക്കാട് ജാമിയ നൂരിയിൽ. കാറ് വാങ്ങിക്കൊടുത്തപ്പോൾ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു സമസ്തയുടെ പ്രസിഡന്റ്. മുറയിലെ ശിഹാബ് തങ്ങൾ നിർബന്ധിച്ചപ്പോൾ പറഞ്ഞു, അതുപകേട് വിചാരിക്കരുത്, എനിക്ക് കാറ് വേണ്ട. മുറയിലെ ശിഹാബ് തങ്ങളുടെ വഫാത്തിന് ശേഷം ഹൈദരലി ശിഹാബ് തങ്ങൾ പറഞ്ഞു, ഇനി പറ്റില്ല, ഉസ്താദിന്റെ കാലിന് അസുഖമുണ്ട്, നടക്കാൻ വയ്യ, എനിക്ക് കാറ് വാങ്ങിയേ പറ്റൂ. നിർബന്ധിച്ചപ്പോൾ പറഞ്ഞു, എനിക്കൊരു ഓട്ടോറിക്ഷ ഏൽപ്പിച്ചു തരും വാടക. 25 കിലോമീറ്റർ ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചാണ് പട്ടിക്കാട് ജാമിയ നൂരി ദർസ് നടത്താൻ പോയത് കാളമ്പാട് ഉസ്താദ്. അവസാന യാത്രയും അങ്ങനെ തന്നെ. അവസാനം സുഖമില്ലാത്ത സമയത്ത് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരു കവർ എടുത്തു കൊടുത്തു. ആ കവറിൽ മൂപ്പറെ ചികിത്സിക്കാനും കഫൻ തുണി വാങ്ങാനുമുള്ള കാശുണ്ടായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം. ആ മഹാന്മാരുടെ കൂടെ അള്ളാഹു നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. കോട്ടുമല ഉസ്താദ് വിദ്യാഭ്യാസ ബോർഡിന്റെ മീറ്റിംഗിലേക്ക് പോകുമ്പോൾ എന്നോട് പി പറഞ്ഞു. പി ഇല്ലേ, മരിച്ചുപോയ പി, അള്ളാഹു ഖബർ വിശാലമാക്കട്ടെ, നമ്മുടെ അടുത്ത സുഹൃത്തായിരുന്നു പി മുഹമ്മദ് മുസ്ലിയാർ എന്നോട് പറഞ്ഞു, കല്ലായി ഒരു സംഭവം നിങ്ങൾ ഓർക്കണം. ഞാനൊരു ദിവസം അയാൾ കുണ്ടോട്ടിയിൽ മുദരിസായിരുന്നു പി. ഞാനൊരു ദിവസം ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്നോട് കുട്ടികൾ വന്ന് പറഞ്ഞു, കോട്ടുമല ഉസ്താദിന്റെ താഴെ ഒന്നു ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഇറങ്ങിച്ചെന്ന് ചോദിച്ചു ഉസ്താദിനോട്, ഉസ്താദെ ഒന്നു ഉണ്ടാക്കി 2 റക്അത്ത് നിസ്കരിക്കുന്ന സമയത്തേക്ക് ഞാൻ ചായ ഉണ്ടാക്കാം. അപ്പോൾ മൂപ്പര് പറഞ്ഞു, എനിക്കിപ്പോൾ ചായ വേണ്ട. ഞാൻ അവിടെ പൂക്കോട്ടൂരിൽ ഇറങ്ങിയപ്പോൾ അവിടെ മൊയ്തു എനിക്ക് ചായ വാങ്ങിച്ച മൊയ്തു മുസ്ലിയാർ അവിടുത്തെ മുദ്രിസ. ചിലപ്പോൾ ആ മൊയ്തു ഈ കൂട്ടത്തിലുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഉണ്ടോ? മൊയ്തു ഫൈസി മൂപ്പരുടെ ശിഷ്യനാണ്. മൊയ്തു എനിക്ക് ചായ വാങ്ങിച്ചു തന്നിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ ചായ വേണ്ട. അപ്പോൾ പി ചോദിച്ചു, ഉസ്താദ് എന്തിനാണ് പൂക്കോട്ടൂരിൽ ഇറങ്ങിയത്? ഇത് ഇടങ്ങേറായിട്ടാണ് മോനെ. എന്താ ഇടങ്ങേറ്? മൂത്രസഞ്ചിയിൽ മൂത്രം നിറഞ്ഞപ്പോൾ ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി, ആ പള്ളിയിൽ പോയി വൃത്തിയാക്കി, ഞാൻ വീണ്ടും ബസ്സിൽ കയറി കുണ്ടോട്ടിയിൽ ഇറങ്ങിയപ്പോൾ വീണ്ടും മൂത്രസഞ്ചിയിൽ മൂത്രം നിറഞ്ഞു. ആ ഇടങ്ങേറിനാണ് ഞാൻ ഇവിടെ വന്നത്. മൂത്രമൊഴിച്ച് വൃത്തിയാക്കി ഉതുണ്ടാക്കുക. അപ്പൊ 2 തവണ ഇറങ്ങിയെന്ന് ഉറപ്പാണല്ലോ. വിദ്യാഭ്യാസ ബോർഡിന്റെ മീറ്റിംഗിന് പോകും. അതിലേറെ ഇറങ്ങിയോ അള്ളാഹുവാലും. 2ാമത്തെ ഇറക്കമാണെന്ന് പി സാക്ഷിയാണ്. വിദ്യാഭ്യാസ ബോർഡ് മീറ്റിംഗിൽ പോയപ്പോൾ വിദ്യാഭ്യാസ ബോർഡിന്റെ മാനേജർ മൂസ മുസ്ലിയാർ ചോദിച്ചു, എന്തിനാ ഉസ്താദ് ഇങ്ങനെ ഇടങ്ങേറായിട്ട് ബസ്സിൽ വരുന്നത്? ഒരു ടാക്സിയിൽ വന്നുകൂടെ? ടാക്സിക്കൊക്കെ വലിയ കായ് വേണം ഉപ്പര് പറഞ്ഞു. അപ്പോൾ മൂസ മുസ്ലിയാർ പറഞ്ഞു, അത് ഞാൻ കൊടുത്തോളാം ഉസ്താദ് കൊടുക്കണ്ട, കായ് ഞാൻ കൊടുത്തോളാം. എനിക്ക് എവിടുത്തെ കായ്? അപ്പോ മൂസ മുസ്ലിയാർ പറഞ്ഞു, വിദ്യാഭ്യാസ ബോർഡിന്റെ കയ്യിൽ കായില്ലേ? വിദ്യാഭ്യാസ ബോർഡിന്റെ ജനറൽ സെക്രട്ടറി മീറ്റിംഗിൽ വരാൻ ഒരു ടാക്സിയുടെ പൈസ കൊടുക്കാൻ വിദ്യാഭ്യാസ ബോർഡ് സമ്മതിക്കാതിരിക്കില്ല, ഞാൻ ബോർഡിൽ വെച്ച് പാസ്സാക്കും. മഹാനായ കോട്ടുമല ഉസ്താദ് രൂക്ഷമായതും നോക്കി മൂസ മുസ്ലിയാരെ. എന്നിട്ട് പറഞ്ഞു, വിദ്യാഭ്യാസ ബോർഡിന്റെ കായുണ്ട്, പക്ഷേ അത് അനക്കും എനിക്കും ദൂർത്തടിക്കാനുള്ളതല്ല കേട്ടോ എന്ന് മഹാനായ കോട്ടുമല ഉസ്താദ് മൂസ മുസ്ലിയാരോട് പറഞ്ഞു. അതിനാണ് ഈ സംഘടന. ഈ സംഘടന മറ്റ് സംഘടനകളോട് നമ്മൾ സാദൃശ്യമാവരുത്. ഈ സംഘടനയുടെ പ്രത്യേകത അതാണ്. നമ്മൾ കാത്തു സൂക്ഷിക്കണം, എല്ലാ കാലത്തും കാത്തു സൂക്ഷിക്കണം. ഇതിന് പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയെ അതിജയിക്കാൻ ലോകത്ത് കോടികളുടെ വാഹനവുമായി വന്ന ശക്തികൾക്ക് കഴിയില്ല. ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹം നേടിയ ഒരു പ്രസ്ഥാനമാണ്. ഈ മാതിരി ആലിമീങ്ങളാണ് നമ്മെ നയിച്ചത്. നിങ്ങൾ ആലോചിക്കണം. കോട്ടുമല ഉസ്താദ് അങ്ങനെയാണ് വിദ്യാഭ്യാസ ബോർഡ് മീറ്റിംഗിനും മുഷാവറ മീറ്റിംഗിനും വന്നത്. മഹാനായ റയീസുൽ മുഹഖഖീൻ ഉസ്താദുൽ അസാത്തിദ് കണ്ടിയത്ത് ഉസ്താദ് മുഷാവറ മീറ്റിംഗിൽ വരുന്ന സമയത്തുള്ള രംഗം അറിയാമല്ലോ.
വാഴക്കാട്ടേക്ക് നടക്കും, ഫറൂഖിലേക്ക് നടക്കും, ഫറൂഖിൽ നിന്ന് കോഴിക്കോടേക്ക് ബസ്സിന് പോകും. ഒരു ദിവസം ബസ്സിന് പോയി മുഷാവറ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഏതോ ഒരു യാചകൻ പോയിട്ട്, ഇതൊക്കെയാണല്ലോ നമ്മുടെ അറിയാമല്ലോ, ആയിഷ റളിയല്ലാഹു തആല അൻഹയൊക്കെ നോമ്പ് തുറക്കാൻ നോക്കുന്ന സമയത്ത് യാചകൻ വന്നിട്ട് ചോദിച്ചിട്ട് ആകെയുള്ള കാരൊക്കെ എടുത്തു കൊടുത്ത അനുഭവമൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടില്ലേ? അതിന്റെ മറ്റൊരു പതിപ്പാണ്. അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. ഒരു യാചകൻ വന്നിട്ട് ചോദിക്കുന്നു, ഉസ്താദേ, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, എനിക്ക് വല്ലതും തരുമോ? പോക്കറ്റിലുള്ള കാശെടുത്ത് അവന് കൊടുത്തു ചോറ് വയ്ക്കാൻ, ഭക്ഷണം കഴിക്കാൻ. പിന്നെ ബസ്സിന് കാശില്ല. മഹാനായ റഈസുൽ മുഹഖഖീൻ ഉസ്താദുൽ അസാത്തിദ് കണ്ടിയത്ത് അഹ്മദ് മുസ്ലിയാർ നടന്നു, ഫറൂഖിലേക്ക് നടന്നു. അവിടെ നിന്ന് ചൂട്ട് കെട്ടി, ചൂട്ട് വാങ്ങി വായക്കാട്ടേക്ക് നടന്നു. അർദ്ധരാത്രി വീട്ടിലെത്തി. വാതിൽ മുട്ടി വിളിച്ചു. ഭാര്യ വന്ന് വാതിൽ തുറന്നപ്പോൾ അസ്സലാമു അലൈക്കും എന്ന് ചൊല്ലിയിട്ട് മൂപ്പർ പറയുന്നു, എനിക്ക് പൊരുത്തപ്പെടണം, എനിക്ക് പൊരുത്തപ്പെടണം. ഭാര്യയും മക്കൾ ചോദിച്ചു, എന്താ എനിക്ക് പറയുന്നത്? കരഞ്ഞുകൊണ്ട് പറയുന്നു, എനിക്ക് പൊരുത്തപ്പെടണം. എന്റെ കാരണത്താൽ നിങ്ങൾ ഏറെ വിഷമിച്ചല്ലോ. എന്റെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ടാണ്, ഞാൻ ബസ്സിൽ കയറാൻ കാശില്ലാത്തത് കൊണ്ട് നടന്നിട്ടാണ് വന്നത്. പ്രിയപ്പെട്ടവരെ, ഇതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ഈ ദുനിയാവിന്റെ അന്താളിപ്പിൽ ചില ആളുകൾ ദുനിയാവിന്റെ മഹിമ കാണിച്ച് സമസ്തയെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ സമസ്ത എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് ലോകത്തിന് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കണം. ഇങ്ങനെയുള്ള ആലിമീങ്ങളാണ് നമ്മെ നയിച്ചത്. അങ്ങനെയുള്ള ആലിമീങ്ങളും നേതാക്കന്മാരും കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു നൽകിയ നേതൃത്വം, പണ്ഡിതന്മാർ മാത്രമല്ല നേതാക്കന്മാരും, ഫക്കിത്തങ്ങളായിരുന്നാലും ശരി, മുക്കോയത്തങ്ങളായിരുന്നാലും ശരി, പാണക്കാട്ട് കുടുംബമായിരുന്നാലും ശരി, ഏറ്റവും ഒടുവിൽ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ആ തങ്ങളൊക്കെ നമുക്ക് നൽകിയ ധീരോദാത്തമായ നേതൃത്വം. ഇന്ത്യയിൽ മാത്രമല്ല, സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിമുകളെ കുറിച്ച് ആകെ പഠിച്ചപ്പോൾ ആദിവാസികളും ഹരിജനങ്ങളും ഗിരിജനങ്ങളും മുസ്ലിങ്ങളെക്കാൾ മുകളിലാണ്, മുസ്ലിങ്ങൾ അതിന്റെ താഴെയാണ്. കേരളത്തിലെ മുസ്ലിമുകൾ അങ്ങനെയല്ല, വലിയ മാറ്റമുണ്ടായിട്ടുണ്ട്. ഈ മാറ്റത്തിന്റെ ശില്പികൾ നമ്മുടെ മഹാന്മാരായ നേതാക്കന്മാരാണ്. ആലിമീങ്ങളും നേതാക്കന്മാരും ഒന്നിച്ചു നിന്നപ്പോൾ നമുക്കൊരു അത്ഭുതം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ യോജിപ്പിന്റെ സന്ദേശമാണ് നമുക്ക് പുതിയ തലമുറക്ക് കൈമാറാനുള്ളത്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സത്യത്തിൽ ഈ കാലഘട്ടത്തിലെ നമ്മുടെ ഒരു മഹാവിസ്മയമാണ്. പി കെ കുഞ്ഞാലിക്കുട്ടി അദ്ദേഹത്തിന്റെ അനുഭവം പറഞ്ഞിട്ടുണ്ട്. ദുബായ് സന്ദർശിക്കുന്ന സമയത്ത് അവിടെ അബുദാബിയിലെ ഷെയ്ഖ് കോട്ടക്കൽ ചികിത്സക്കത്ത് വന്നല്ലോ, എന്തായിരുന്നാണ് പേര്? ഹസറജി അന്ന് താമസിച്ചത് വാടക വീട് അന്വേഷിച്ച് നടന്ന അവസാനം കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടായിരുന്നല്ലോ. വാടക വീടാണെന്ന് കരുതിയിട്ടാണ് താമസിച്ചത്. പക്ഷെ കുഞ്ഞാലിക്കുട്ടിയുടെ വീടാണെന്ന് അറിഞ്ഞപ്പോൾ കുഞ്ഞാലിക്കുട്ടിയെയും തങ്ങളെയും ഒക്കെ അങ്ങോട്ട് ക്ഷണിച്ചു. ഗവൺമെന്റ് അതിഥിയായാണ് ക്ഷണിച്ചത്. അവിടെ ചെന്നു. മഹാനായ തങ്ങൾക്ക് സഞ്ചരിക്കാൻ കൊട്ടാര സമാനമായൊരു വാഹനം ഗവൺമെന്റ് കൊടുത്തു. ആ വാഹനത്തിൽ തങ്ങളെ അനുഗമിച്ചുകൊണ്ട് നൂറുകണക്കിന് വാഹനങ്ങളും യുഎഇയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം ഒരു പള്ളിയുടെ സമീപത്തെത്തിയപ്പോൾ ബാങ്ക് വിളിച്ചു. ളുഹർ ബാങ്ക് വിളിച്ച സമയത്ത് ഡ്രൈവർ വാഹനം സൈഡിലേക്ക് വെച്ചു. ആ പള്ളിയിൽ കയറി. എല്ലാവരും നിസ്കരിച്ചു. പാണക്കാട് തങ്ങൾ ഉൾപ്പെടെ എല്ലാവരും വന്നു, വാഹനത്തിന്റെ സമീപത്ത് നിന്നു. പക്ഷേ പാണക്കാട് തങ്ങളുടെ വണ്ടി തുറക്കണമെങ്കിൽ ഡ്രൈവർ വരണം. വണ്ടി തുറക്കാതെ തങ്ങൾക്ക് വണ്ടി കയറാൻ കഴിയില്ലല്ലോ. ആ ചുട്ട് പൊള്ളുന്ന വേലിൽ തങ്ങളിങ്ങനെ നിൽക്കുകയാണ്. വാടി തളർന്നുപോയി. ഓടിക്കിതച്ച് ഡ്രൈവർ വരുമ്പോൾ ആളുകൾ ക്ഷുഭിതരായി ഡ്രൈവറുടെ നേരെ തട്ടിക്കയറി. എന്താ മിസ്റ്റർ, ആരാണ് നിൽക്കുന്നത് അറിയാമോ? ആ ഡ്രൈവർ പറഞ്ഞു, അറിയാം, ഈ ലോക പ്രശസ്തനായ ഒരു മഹാനായ നേതാവാണ് എന്നെനിക്കറിയാം. പക്ഷേ ഈ മനുഷ്യനേക്കാൾ മഹാനായ അല്ലാഹുവിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അല്പം വൈകിപ്പോയത്, ക്ഷമിക്കണം.
സത്യത്തിൽ മഹാനായ തങ്ങൾ ആലില പോലെ പുറച്ചുപോയി. ഈ മനുഷ്യനേക്കാൾ മഹാനായ അള്ളാഹു എന്ന് പറഞ്ഞപ്പോൾ, അള്ളാഹുവിന്റെ പേര് പറയപ്പെട്ടാൽ മുഅ്മിനീങ്ങൾ ഉജ്ജിലത്ത് ഖുലൂബുഹും, തങ്ങൾ വിറച്ചുപോയി. ആ ഡ്രൈവറെ വാരിപ്പുണർന്നു. ഒന്നിച്ചുള്ള യാത്രക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഈ ഡ്രൈവറോട് പൊരുത്തപ്പെടിക്കണം. ഇത് തഖ്വയുള്ള മനുഷ്യനാണ്, അള്ളാഹുവിനെ ഭയപ്പെടുന്ന മനുഷ്യനാണ്, ഈ മനുഷ്യനെ സൂക്ഷിക്കണം. പിന്നീട് ഏത് പള്ളിയിൽ ഏത് സമയത്ത് കയറിയാലും മഹാനായ തങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ ആ ഡ്രൈവർ ഇങ്ങനെ നോക്കും. ആ ഡ്രൈവർ ഇറങ്ങുന്ന സമയത്ത് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ തങ്ങളും ഡ്രൈവറുടെ പുറകിൽ ഇറങ്ങി വരും. ഇത് ഗൾഫ് ചന്ദ്രിക ആഴ്ചപ്പതിപ്പിന്റെ ഗൾഫ് എഡിഷനിൽ ഈ അനുഭവം PK കുഞ്ഞാലിക്കുട്ടി എഴുതിയിട്ടുണ്ട്. ഞാൻ പറയുന്നു, പ്രിയപ്പെട്ടവരെ, ആ തങ്ങൾ നമ്മൾ പ്രകടനപരതയിൽ ആ മനുഷ്യനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ഒരു രാഷ്ട്രീയ നേതാവായി കാണും. പക്ഷെ മഹാനായ അസ്ഹരി തങ്ങൾ പലപ്പോഴും പറയാറുണ്ട്, ഈ മനുഷ്യനെ നിങ്ങൾ സൂക്ഷിക്കണം, ഇത് അല്ലാഹുവിന്റെ മഹാനായ സൂഫി വര്യനാണ്, നിങ്ങൾ വിചാരിക്കുന്ന മാതിരി രാഷ്ട്രീയക്കാരനല്ല ഈ തങ്ങൾ എന്ന് പലപ്പോഴും അസ്ഹരി തങ്ങൾ പറയാറുണ്ട്. അസ്ഹരി തങ്ങൾ മറ്റൊരു സൂഫിയാണ്. പക്ഷെ മൂപ്പർക്ക് ഈ പ്രായത്തിന്റെ ഈ ഒരു പ്രത്യേക പരുവത്തിൽ ഉള്ള ചില വിഷമം കാരണം സംഘടനാ രംഗത്ത് മാറി നിൽക്കേണ്ടി വന്നതാണ്. മാറ്റി നിർത്തേണ്ടി വന്നതാണോ മാറി നിൽക്കേണ്ടി വന്നത് എന്തോ ആണ്. ഒരു മറ്റൊരു സംഭവമാണ്. ഒരു പണ്ഡിതൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അസ്ഹരി തങ്ങളോട് ഹജ്ജിന് പോകുമ്പോൾ യാത്ര ചോദിച്ചു. തങ്ങൾ പൊരുത്തത്തിന് എന്തോ പൈസ കൊടുത്തു, കൂട്ടത്തിൽ ഒരു 100 റിയാൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മദീനത്ത് നിന്ന് ആരോ ചോദിച്ചാൽ കൊടുത്തേ. അപ്പൊ ഇയാൾ കരുതി മദീനത്ത് നിന്ന് ധർമ്മം ചെയ്യാൻ വേണ്ടി കൊടുത്തതായിരിക്കും എന്ന് കരുതി. പക്ഷേ മക്കത്തെത്തിയപ്പോൾ ഈ മനുഷ്യന് മറന്നുപോയി. റളാ ഷരീഫ് സിയാറത്ത് ചെയ്തു സലാം ചൊല്ലി ആ പണ്ഡിതൻ ഇറങ്ങി വരുമ്പോൾ ഒരാൾ ചെന്ന് കൈപിടിച്ചു. അസ്സലാമു അലൈക്കും. അറബി ഭാഷയെ ചോദിച്ചു, സയ്യിദ് അബ്ദുറഹിമാൻ അസ്ഹരി ഏൽപ്പിച്ച തുക എവിടെ? ഈ പണ്ഡിതൻ ഞെട്ടിപ്പോയി. അപ്പോൾ ആ 100 റിയാൽ എടുത്ത് കൊടുത്തു എന്ന് ആ പണ്ഡിതൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതാണ് അസ്ഹരി തങ്ങൾ. അല്ലാഹു മഹാനെയും നമ്മയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഭവിക്കുമാറാവട്ടെ. ഞാൻ പറയുന്നു, ഇങ്ങനെയുള്ള മഹാന്മാരൊക്കെയാണ് നമ്മെ നയിച്ചത്. ആ മഹാന്മാരുടെ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് നാം മുമ്പോട്ട് പോകണം. ആ മഹാന്മാർ പാണക്കാട്ട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, സത്യത്തിൽ അള്ളാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയും, ജിബ്രീൽ അലൈഹിസ്സലാം മലക്കുകളോട് പറയും, ആ മലക്കുകൾ ജനങ്ങൾക്ക് സന്ദേശം എത്തിക്കുമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതൊരു വാട്സപ്പാണ്. ആ സന്ദേശം അള്ളാഹു നമ്മളെ നമ്മുടെ മനസ്സിൽ തോന്നിക്കുന്ന ഒരു തോന്നലുകളുണ്ടല്ലോ, അതിന് വേറെ മാധ്യമങ്ങൾ ആവശ്യമില്ല. അതെനിക്ക് ഒരുപാട് അനുഭവമുള്ള കേസാണ്, ഒരുപാട് അനുഭവം. ഞാൻ എന്റെ നാട്ടിൽ കല്ലായി പള്ളി പുനർനിർമ്മിക്കുന്ന സമയത്ത് എന്റെ മനസ്സിൽ ആശയം തോന്നി, ബാത്റൂമൊക്കെ ഗൾഫ് സ്റ്റൈലാക്കണം. 2 വർഷം മുമ്പ് ബാത്റൂമൊക്കെ ഗൾഫ് സ്റ്റൈലാക്കി. പിന്നെ ഞാൻ ചെന്ന് നോക്കുമ്പോൾ മിക്ക പള്ളികളുടെയും ബാത്റൂം ആ കോലത്തിലാവുകയാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിൽ, ഒരു പള്ളി പ്രസിഡന്റിന്റെ മനസ്സിൽ അള്ളാഹു നൽകിയ ആ സന്ദേശം എല്ലാ പള്ളി പ്രസിഡന്റിന്റെ മനസ്സിലും ഉണ്ടായി എന്നർത്ഥം. മിക്ക പള്ളിയുടെ ബാത്റൂം ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മിക്ക പള്ളിയുടെയും ടോയ്ലറ്റ് ഇപ്പോൾ വളരെ മനോഹരമാണ്. അതിന് പ്രത്യേകം ഏതെങ്കിലും പാർട്ടി പ്രമേയം പാസാക്കിയിട്ടല്ല, അത് പള്ളി കമ്മിറ്റിയുടെ മനസ്സിലേക്ക് അള്ളാഹു നൽകിയ സന്ദേശമാണ്. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ. അപ്പോൾ അതുപോലെ ഞാൻ പറയുന്നു, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ജനങ്ങളുടെ മനസ്സിലേക്കൊരു സന്ദേശം നൽകും. ആ സന്ദേശമാണ് പാണക്കാട് തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഏറ്റവും ഒടുവിൽ അള്ളാഹു നൽകിയ പരീക്ഷണം കണ്ടില്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീക്ഷണമായ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ വഇദ് ബതലാ ഇബ്രാഹീമ റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുന്ന ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം എല്ലാവരുടെ ഇമാമാണ്. നമ്മൾ നമസ്കാരത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ഓർക്കാതിരിക്കാൻ കഴിയില്ല, ഹജ്ജിൽ ഓർക്കാതിരിക്കാൻ കഴിയില്ല, ഉംറയിൽ ഓർക്കാതിരിക്കാൻ കഴിയില്ല. നമ്മുടെ ഇബാദത്തിലുടനീളം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ഓർക്കാതിരിക്കാൻ കഴിയില്ല. ഈ പദവിയിലേക്ക് അള്ളാഹു ഉയർത്തുന്നതിന് മുമ്പ് ഒരു അഗ്നി പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. നമ്മുടെ തങ്ങൾക്കും കണ്ടില്ലേ നമ്മുടെ അഗ്നി പരീക്ഷണം? തങ്ങളുടെ ജീവിതം മുഴുവനും ത്യാഗമായിരുന്നു. ജീവിതം മുഴുവനും
മൈക്ക് 10 മണിക്ക് ശേഷവും ഉപയോഗിക്കാൻ പാടുള്ളൊരു കാലം ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ നിയന്ത്രണമുണ്ട്. ആ കാലത്ത് 2 മണിയൊക്കെ ആവും തങ്ങളുടെ പ്രസംഗം കഴിയാൻ. കണ്ണൂർ ജില്ലയിൽ 2 മണിക്കും 1 മണിക്കൊക്കെയാണ് തങ്ങൾ യാത്ര പോവുക പാണക്കാട്ടേക്ക്. എവിടെ ആ സമയത്ത് അവിടെ എത്തുമ്പോൾ സുബഹിയാവും. സുബഹിക്ക് അവിടെ ചെന്നാലും കുറെ ആൾക്കാർ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടാകും. ഞാനൊരു ദിവസം ഞാനും അനുഭവപ്പെട്ടിരുന്നു. പട്ടിക്കാട് നന്ദി ദാറുസലാം കോളേജിന്റെ വാർഷികം കഴിഞ്ഞ് തങ്ങളോട് ഞാൻ പറഞ്ഞു, എനിക്കൊന്ന് തങ്ങളെ കാണണം. നീ ഇപ്പൊ തന്നെ കണ്ടില്ലേ? തങ്ങൾ തമാശ എളുപ്പം പറയും. ഞാൻ പറഞ്ഞല്ല, ഞാൻ അങ്ങോട്ട് വീട്ടിലേക്ക് വരും. അല്ല, എന്താ കാര്യം പറഞ്ഞോളൂ. പക്ഷെ എനിക്ക് അതവ് കേടാന്ന് തോന്നി. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ അവിടെ ചെന്നു. ഞാൻ അവിടെ തങ്ങളുടെ മുമ്പിലാക്കിയത് കുടപ്പനക്കൽ. അപ്പോഴും കുറെ ആൾക്കാരവിടെ കൂടി നിൽക്കുന്നുണ്ട്. എന്റെ ശേഷമാണ് തങ്ങൾ വന്നത്. അപ്പൊ ആ കൂട്ടത്തിൽ ഭ്രാന്തനെയും കൊണ്ടുവന്നിരുന്നു. ആരോഗ്യന് കൈയും കാലും ഒക്കെ ബന്ദ് ചെയ്തിട്ട്. അവിടെ വന്നപ്പോൾ തങ്ങൾ പറഞ്ഞു ആ ബന്ദ് ചെയ്തൊക്കെ അയച്ചു വിടാൻ. അപ്പോൾ അതിന്റെ ഉമ്മ വിളിച്ചു പറഞ്ഞു, തങ്ങൾ പാപ്പ അങ്ങനെ പറയല്ലേ, അവൻ പാപ്പാനെ എന്നെ ഒക്കെ ആക്രമിച്ചാണ്, തങ്ങൾ പാപ്പനെ ആക്രമിക്കും. ഞങ്ങളാകെ ബേജാറായി. പക്ഷെ തങ്ങൾ പാപ്പ പറഞ്ഞു അനങ്ങാതെ കിടക്കണം എന്നുണ്ട്. ഇത് അയക്കാൻ പറഞ്ഞു. അയച്ചപ്പോൾ അവൻ അനങ്ങാതെ കിടന്നു. ഞാൻ അതിന് ദൃക്സാക്ഷിയാണ്. തങ്ങൾ എഴുന്നേറ്റിരിക്കാൻ പറഞ്ഞപ്പോൾ എഴുന്നേറ്റിരുന്നു. അങ്ങനെ തങ്ങൾ ചില ഉപദേശങ്ങൾ നോക്കി എല്ലാം അവൻ അനുസരിച്ചു. ആ ഭ്രാന്തന്റെ എല്ലാം അവിടെ അസ്തമിച്ചു പോയി തങ്ങളുടെ മുമ്പിലെത്തിയപ്പോൾ. അപ്പോൾ ഞാൻ പറയുന്നു, അവിടെ വരുന്ന ആളുകളെയും പരിഗണിച്ചാണ് തങ്ങൾ അകത്ത് കയറുക. അല്പം വിഷമിച്ച് വീണ്ടും പുറപ്പെടും. അവിടെ തങ്ങൾക്കൊരു ഭാര്യയുണ്ട്. ആ ഭാര്യയ്ക്ക് ഈ ഭർത്താവിന്റെ സാന്നിധ്യമുണ്ടോ? നിങ്ങൾ ആലോചിക്കണം. ഇത് ഒരു ദിവസമാണോ ജീവിതത്തിൽ? ഈ ഭർത്താവിന്റെ ഭാര്യയുടെ സാന്നിധ്യമുണ്ടോ? ഒരു ദിവസമാണോ? എല്ലാ ദിവസവും ഇതാണ്. ചൊവ്വാഴ്ചയാണ് വിഷമം എന്നാ കേൾക്കാറ്. ചൊവ്വാഴ്ച പാണക്കാട്ടെ വിഷമത്തിന്റെ കോലം നിങ്ങളെ ഞാൻ പഠിപ്പിക്കണോ? ജീവിതം മുഴുവനും സമൂഹത്തിന് വേണ്ടി വെച്ച മഹാൻ പാണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ ഏറ്റവും ഒടുവിൽ ഒരു രോഗത്തിന് ചികിത്സയ്ക്ക് വേണ്ടി അമേരിക്കയിലേക്ക് പോകുമ്പോൾ ഭാര്യയോട് പറഞ്ഞു, നിങ്ങളും വരണം, നിങ്ങളില്ലാത്തൊരു യാത്ര സുഖമില്ല. അങ്ങനെ നിങ്ങൾ എന്നെ വിളിക്കും. നമ്മൾ ഭാര്യമാരെ സാധാരണ നീ എന്നൊക്കെ വിളിക്കും. പക്ഷെ തങ്ങൾ നിങ്ങൾ എന്നെ വിളിക്കും. അനുജന്മാരെ പോലും നിങ്ങൾ എന്നെ വിളിക്കും. അതൊരു പ്രത്യേക ശൈലിയാണ് അവരുടെ. നിങ്ങളില്ലാതെ യാത്രക്ക് സുഖമില്ല, നിങ്ങളും വരണം. അങ്ങനെ പോകാൻ തയ്യാറായി. പക്ഷേ ഭാര്യയുടെ പാസ്പോർട്ടിന്റെ കാലാവധി പൂർത്തിയായിരുന്നു. അന്ന് മന്ത്രി നമ്മുടെ അഹമ്മദ് സാഹിബ് ആ ചാർജുള്ള ആളാണ്. തങ്ങൾ പറഞ്ഞു പെട്ടെന്ന് പുതുക്കി തരാം. പക്ഷേ ഭാര്യ പറഞ്ഞു, അതിനുവേണ്ടി ഒരു ദിവസമെങ്കിലും താമസിപ്പിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങ് പോയി ഓപ്പറേഷൻ കഴിഞ്ഞ് വരൂ, ഞാൻ ഉംറക്ക് പോകാം. ഞാനൊരു ഉംറ നേർച്ചയാക്കിയിട്ടുണ്ട് ആ ഓപ്പറേഷൻ വിജയിക്കാൻ. അങ്ങനെ സമ്മതം കൊടുത്തു. തങ്ങൾ അമേരിക്കയിലേക്ക് പോയി പാസ്പോർട്ട് പുതുക്കി. ഭാര്യ കൊയിലാണ്ടിയിൽ പോയി കുടുംബക്കാരോട് യാത്ര ചോദിച്ചു. അവിടെ വീട്ടിൽ വന്നു, കുടപ്പനക്കൽ വന്നു, കിടന്നുറങ്ങി. രാത്രി ചെറിയ വേദന ഉണ്ടായി. ഈ ലോകത്തോട് എന്നേക്കുമായി യാത്ര ചോദിച്ചു. തങ്ങൾ അന്ന് ഓപ്പറേഷൻ തിയേറ്ററിലാണ്. അള്ളാഹുവിന്റെ പരീക്ഷണം നിങ്ങൾ നോക്കൂ. തങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിലാണ്. അതൊരു വലിയ പദവിയിലേക്കുള്ള ഉയർച്ചയുടെ സൂചനയാണ്. ഈ മനുഷ്യരെ അള്ളാഹു ഉയർത്തുകയാണ്, വാനോളം ഉയർത്തുകയാണ്. അതിന്റെ ഒരു പരീക്ഷണമാണത്. ഓപ്പറേഷൻ തിയേറ്ററിലുള്ള സമയത്ത് ഭാര്യ മരിക്കുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ മകനോട് ചോദിക്കുന്നു, ഉമ്മയുടെ സ്ഥിതി എന്താണ്? ഉമ്മ എന്താ വിളിക്കാത്തത്? മകൻ ബേജാറാവുന്നു. എന്ത് പറയും മറുപടി? ഒന്നും അറിയിക്കാതെ ദിവസങ്ങൾ തള്ളി നീക്കി. ഡോക്ടർ പറഞ്ഞു പറയരുത്. അവസാനം കോഴിക്കോട്ട് വന്നിറങ്ങി. എയർപോർട്ടിൽ തിങ്ങി നിറഞ്ഞ് ആലിമീങ്ങളും നേതാക്കന്മാരും കാത്തുനിന്നു. അവരുടെ മനസ്സ് പുകയുകയാണ്. അവർ ഉത്കണ്ഠയാണ്, ആകാംക്ഷയാണ്, വികാര നിർഭരതയാണ് അവരുടെ മനസ്സിൽ. തങ്ങൾ എങ്ങനെ ആ വീട്ടിലേക്ക് ചെന്നു കയറും? ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഈ ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ചു കൂടുന്ന യാത്രാവേളയിൽ മാത്രമാണ്. യാത്രാവേളയിൽ വിദേശത്തൊക്കെ പോകുമ്പോൾ ഒന്നിച്ചു പോകും. അതാണ് ആ ദമ്പതികളുടെ ശൈലി. മറ്റെല്ലായ്പ്പോഴും ഈ സമൂഹത്തിന് വേണ്ടി ഭർത്താവ് ഓടി നടക്കുന്നു, ഭാര്യ തനിച്ച് ജീവിക്കുന്നു എന്ന് തന്നെ ഞാൻ പറയട്ടെ. നിങ്ങൾ പലരുടെയും ഭാര്യമാർ ഇപ്പോൾ വീട്ടിൽ തനിച്ചായിരിക്കും. അള്ളാഹുയുടെ മനസ്സിന് കരുത്ത് നൽകട്ടെ. ഞാൻ പറയുന്നു, നിങ്ങളുടെ മനസ്സിനും അള്ളാഹു കരുത്ത് നൽകട്ടെ, സമാധാനം നൽകട്ടെ. ഞാൻ പറയുന്നു, തങ്ങളുടെ കുടുംബജീവിതം അങ്ങനെയായിരുന്നു. ഇത് സമൂഹത്തിന് വേണ്ടിയാ. എന്നാൽ ആ തങ്ങൾ കൊടപ്പനക്കലേക്ക് പോകുന്നു. ആലിമീങ്ങളും നേതാക്കന്മാരും ഒന്നിച്ച് അനുഗമിക്കുന്നു. കൊടപ്പനക്കൽ തിരുമുറ്റത്ത് തങ്ങൾ പോയി ഇറങ്ങി. കൊടപ്പനക്കലേക്ക് തങ്ങൾ കയറി ചെല്ലുകയാണ്. തങ്ങൾ ആകാംക്ഷയോടെ നോക്കുന്നു. ആ വാതിൽക്കൽ എന്റെ പ്രിയപ്പെട്ട എന്റെ ജീവിത പങ്കാളി, അവൾ എന്നെ സ്വീകരിക്കാൻ കാത്തിരിപ്പുണ്ടാകുമെന്ന് കരുതി ആവേശത്തോടെ തങ്ങൾ
ചുവടുകൾ മറിച്ചു വെക്കുന്നു. ആ സിറ്റ് ഔട്ടിലെത്തിയപ്പോൾ മഹാനായ ഉമർ അലി ശിഹാബ് തങ്ങൾ പറയുന്നു, ഇക്കവിടെ ഇരിക്കൂ, ഇക്കവിടെ ഇരിക്കൂ, താത്ത ഇവിടെയില്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് എന്ന് പറഞ്ഞ് അനുജൻ ഫാത്തിഹ വിളിക്കുന്നു. താക്ക് വേണ്ടി ദീർഘമായി പ്രാർത്ഥിക്കുന്നു. തങ്ങൾ ആമീൻ ചൊല്ലുന്നു. ഞാൻ ചോദിക്കുന്നു, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പരീക്ഷണങ്ങൾ തങ്ങൾ അതിജീവിച്ചു. പിന്നീട് ആ പള്ളിക്കാട്ടിലേക്ക് തങ്ങളെയും കൂട്ടി അനുജൻ യാത്ര പോയി. ആ ഖബറിനരികെ നിന്ന് ദീർഘമായി ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്തു. ആ തങ്ങൾ സത്യത്തിൽ തങ്ങളുടെ വഫാത്തിന് ശേഷം തങ്ങളുടെ പദവി ഇന്നെന്താണ് എന്ന് നമുക്കറിയില്ലേ. വഫാത്തിന് മുമ്പ് തന്നെ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഒരു സമ്മേളനമുണ്ടല്ലോ, തങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നത് എവിടെ? തൃശ്ശൂർ തന്നെയായിരുന്നു. തങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന നമ്മുടെ അബുദാബിയിലെ ഷെയ്ഖിന്റെ കുടുംബമൊക്കെ പങ്കെടുത്തൊരു മീറ്റിംഗ് ഇല്ലേ, ഒരു മഹാസമ്മേളനം. ഷെയ്ഖ് സായിദിന്റെ കുടുംബമൊക്കെ പങ്കെടുത്ത, ഷെയ്ഖ് സായിദിന്റെ വഫാത്തിന് ശേഷം തൃശ്ശൂരിൽ തന്നെയല്ലേ ആ സമ്മേളനത്തിൽ. അന്ന് മഹാനായ ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു. ഡോക്ടർമാർ പറഞ്ഞു ഇന്ന് യാത്ര ചെയ്യാൻ പറ്റില്ല. പി കെ കുഞ്ഞാലിക്കുട്ടി വന്നിട്ട് ആലിമികളോട് പറഞ്ഞു തങ്ങൾക്ക് വരാൻ കഴിയില്ല. സത്യത്തിൽ വല്ലാത്തൊരു മ്ലാനതയായിരുന്നു. എല്ലാവരും ഉണ്ട്, മുഴുവൻ ആലിമികളുമുണ്ട്, ഒരു 10-18 ഷെയ്ഖുമാരുണ്ട്, ഷെയ്ഖ് സായിദിന്റെ കുടുംബം മുഴുവനും. പക്ഷേ തങ്ങൾ മാത്രമില്ല. ഒരു ശൂന്യതയായിരുന്നു അവിടെ. ആ സമയത്ത് തങ്ങൾക്കൊരു വല്ലാത്ത പൊറുതികേട്. തങ്ങൾ ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടർ പറഞ്ഞു എനിക്ക് പോകാതിരിക്കാൻ വയ്യ. തങ്ങൾ കുഞ്ഞാലിക്കുട്ടിയുടെ കൂടെ പുറപ്പെട്ടു സമ്മേളനത്തിലേക്ക്. തങ്ങൾ വരുന്നു എന്ന സന്ദേശം കിട്ടിയപ്പോൾ ആ സദസ്സിന്റെ ഗാംഭീര്യം ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്. സത്യത്തിൽ എന്റെ സന്തോഷമാണോ ദുഃഖമാണോ എന്താ അറിഞ്ഞുകൂടാ. ആ സദസ്സ് മുഴുവൻ എഴുന്നേറ്റ് തക്ബീർ മുഴക്കുകയാണ്. സ്റ്റേജിലെ അറബികൾ മുഴുവനും ആലിമ്യങ്ങൾ മുഴുവനും എടുത്ത് തക്ബീർ മുഴക്കുകയാണ്. ഞാൻ എന്റെ കൂടെയുള്ള വി കെ അബ്ദുൽ ഖാദർ മൗലവിയോട് പറഞ്ഞു, ഈ വരുന്നതൊരു മനുഷ്യനാണോ അല്ല ഒരു വലിയ ആനയാണോ എന്ന് ഞാൻ ഈ അബ്ദുൽ ഖാദർ മൗലവിയോട് ചോദിച്ചു. ഒരു വലിയ ആന ആ സദസ്സിലേക്ക് വരുന്നത് പോലെ അനുഭവപ്പെടുന്നു ഒരു മനുഷ്യൻ കടന്നു വരുമ്പോൾ. ആ സ്റ്റേജിൽ വന്നപ്പോൾ അലിമിങ്ങൾ മുഴുവൻ ഓടിച്ചെന്ന് കൈപിടിച്ച് ചുംബിച്ചു. ആ അറബികൾക്ക് കൈപിടിച്ച് ചുംബിക്കുന്ന സ്വഭാവം ഇല്ലല്ലോ, പക്ഷെ ഇത് കണ്ടപ്പോൾ അവരും കൈപിടിച്ച് ചുംബിച്ചു. ആ സമയത്ത് നമ്മൾ ആലോചിച്ചിട്ടുണ്ട് ആരാണ് തങ്ങളുടെ വഫാത്തിന് ശേഷം. നിങ്ങൾക്കറിയാമോ, വഫാത്തിന് ശേഷം ഓരോരുത്തരുടെ അനുസ്മരണം. വീരേന്ദ്രകുമാറിന്റെ ഒരു അനുസ്മരണം ഞാനിവിടെ ഓർക്കുകയാണ്. വീരേന്ദ്രകുമാർ വളരെ ശ്രദ്ധേയമായ ഒരു അനുസ്മരണം നടത്തിയിട്ടുണ്ട്. വീരേന്ദ്രകുമാർ പറഞ്ഞു, മാതൃഭൂമിയുടെ മലപ്പുറം എഡിഷൻ ഉദ്ഘാടനത്തിന് വേണ്ടി ഞങ്ങൾ പാണക്കാട് തങ്ങളെ ക്ഷണിച്ചു. പോകുമ്പോൾ സംശയമുണ്ടായിരുന്നു. കാരണം ഒരു പത്രത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ മറ്റൊരു പത്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ വരില്ല എന്ന് എന്നോട് പലരും പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഈ മാതിരി പ്രോട്ടോക്കോൾ ഒന്നും തങ്ങൾക്കില്ല, നമുക്ക് പോകാം. തങ്ങളോട് ചെന്ന് പറഞ്ഞു, തങ്ങളെ ഞങ്ങൾ ഇന്ന ആവശ്യത്തിന് വന്നതാണ്. തങ്ങൾ അപ്പം തന്നെ സന്തോഷത്തോടെ ഒരു ഡയറി എടുത്തു, തീയതി കുറിച്ചു കൊടുത്തു. ആ കൃത്യസമയത്ത് തങ്ങൾ ഞങ്ങളുടെ മാതൃഭൂമിയുടെ പുതിയ പ്രസിലേക്ക് എത്തിച്ചേർന്നു. എന്റെ മകന്റെ മകൾ 5 വയസ്സുള്ള പെൺകുട്ടി, ഷേബ്സ് കുമാറിന്റെ മകൾ 5 വയസ്സുള്ള പെൺകുട്ടി ഒരു തളികയിൽ കത്രികയുമായി കാത്തുനിന്നു. മഹാനായ തങ്ങൾ അവിടെ വന്ന് ഞങ്ങളോടൊക്കെ സ്നേഹാന്വേഷണം നടത്തുന്ന കൂട്ടത്തിൽ ഈ കൊച്ചുമോളെയും ആ തങ്ങൾ അവഗണിച്ചില്ല. ഈ കുഞ്ഞിനോടും പേര് ചോദിച്ചു, എവിടെ പഠിക്കുന്നു എന്ന് ചോദിച്ചു. ആ കുഞ്ഞിനോടും തങ്ങൾ ലോക്യം പറഞ്ഞു. കത്രികയെടുത്ത് നാട് മുറിച്ച് ഉദ്ഘാടനം കഴിഞ്ഞ് പ്രാർത്ഥിച്ച് തങ്ങൾ തിരിച്ചുപോയി. വർഷങ്ങൾക്ക് ശേഷം എന്റെ ഈ കൊച്ചുമോൾ ഒരു ദിവസം 8:20 രാത്രി 8:20 എന്നെ വിളിച്ചു. ഫോൺ എടുത്തപ്പോൾ എന്റെ മോൾ കരയുന്നു. ഞാൻ ചോദിച്ചു, എന്താ മോളെ കരയുന്നത്? നമ്മുടെ തങ്ങൾ മരിച്ചുപോയി. ഞാൻ ചോദിച്ചു, ഏത് തങ്ങളാ മോളെ? നമ്മുടെ പാണക്കാട് തങ്ങൾ എന്ന് പറയേണ്ട താമസം. പിന്നെ അവൾക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. വീരേന്ദ്രകുമാർ പറയുകയാണ്, അവൾ അച്ഛൻ മരിച്ചതുപോലെ അവൾ വാവിട്ട് കരയുന്നു. എന്നിട്ട് വീരേന്ദ്ര പറയുന്നു, നമ്മുടെ തങ്ങളെന്നാണ് എന്റെ കൊച്ചുമോൾ പറഞ്ഞത്. ഇത് എന്റെ കൊച്ചുമോളുടെ മാത്രം ഭാഷയല്ല. കേരളത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഏത് ജാതിയിൽപ്പെട്ടവനായാലും ശരി,
ഏത് മതത്തിൽപ്പെട്ടവനായാലും ശരി, ഏതെങ്കിലും ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ആ തങ്ങളെ കണ്ടുമുട്ടിയാൽ അവന്റെ മനസ്സ് പറയും, അതെന്റെ തങ്ങളാണ്, അതെന്റെ തങ്ങളാണ്. അതാണ് തങ്ങൾക്ക് അത് തന്നെയാണ് തങ്ങളുടെ യാന്ത്രികതയും. നിങ്ങൾക്കൊക്കെ അനുഭവപ്പെടാറില്ലേ? തങ്ങൾ നിങ്ങളുടെ സ്വന്തം തങ്ങളാണെന്ന് തോന്നാറില്ലേ? ഒരു മുഅല്ലിമിന്റെ അനുഭവം ഞാൻ പറയാം. ഒരു മുഅല്ലിം, ഒരു മദ്രസാധ്യാപകൻ പറഞ്ഞിട്ടുണ്ട് തങ്ങൾ വഫാത്തിന് ശേഷം അദ്ദേഹത്തിന്റെ അനുഭവം. സാധാരണ പാലക്കാട് പോകാറുണ്ട്, തങ്ങളോട് പ്രയാസങ്ങളൊക്കെ പറയും, തങ്ങൾ ദുആ ചെയ്യും, തിരിച്ചു വരും. ഒരു ദിവസം എന്റെ പെങ്ങൾക്ക് സുഖമില്ലാതായി, ഹാർട്ട് കംപ്ലൈന്റ് ആയിരുന്നു. ഞാൻ ചെന്ന് പാണക്കാട്ട് തങ്ങളോട് പറഞ്ഞു, എന്റെ പെങ്ങൾക്ക് സുഖമില്ല. തങ്ങൾ ചോദിച്ചു, എന്താ കുഴപ്പം? ഹാർട്ട് കംപ്ലൈന്റാ, ശ്രദ്ധിക്കണം കേട്ടോ, ചികിത്സിക്കണം എന്ന് പറഞ്ഞു. വരുമ്പോൾ എനിക്ക് പൈസ എടുത്തു വന്നു, പെങ്ങളെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പൈസ വന്നു. പിന്നെ ഏത് സമയത്ത് ഞാൻ ചെന്നാലും എന്നോട് ആദ്യം തങ്ങൾ ചോദിക്കും, പെങ്ങളുടെ സ്ഥിതിയാണ്. നിങ്ങൾ ആലോചിക്കണം, 10,000-ങ്ങളെ അഭിമുഖീകരിക്കുന്ന തങ്ങൾ ആ പാവപ്പെട്ട മദ്രസ അധ്യാപകനെ അവഗണിച്ചില്ല കേട്ടോ, നിസ്സാരനായി കണ്ടില്ല. ആ മദ്രസ അധ്യാപകൻ വരുമ്പോൾ തങ്ങൾ ചോദിക്കും, പെങ്ങളുടെ സ്ഥിതി എന്ത്? തങ്ങളെ ചികിത്സ തുടരുന്നുണ്ട്. വീണ്ടും പൈസ കൊടുക്കും. പോകുന്ന സമയത്തൊക്കെയും പൈസ കൊടുക്കുന്ന തുടങ്ങിയപ്പോൾ ഈ മുഅല്ലിമിന് ഒരു വിഷമം തോന്നി. ഞാൻ പാണക്കാട്ട് തങ്ങളെടുത്ത് പോയിട്ട് പൈസ വാങ്ങുന്ന ഒരാളായി പോയല്ലോ എന്ന് കരുതി പിന്നെ പോക്ക് നിർത്തി, പാണക്കാട്ടേക്ക് യാത്ര നിർത്തി. ചിലപ്പോൾ ആ മുഅല്ലിം ഈ കൂട്ടത്തിലുണ്ടോന്ന് അറിഞ്ഞുകൂടാ. പാണക്കാട്ടേക്ക് യാത്ര നിർത്തിയപ്പോൾ ആ മുഅല്ലിമിന്റെ ഒരു സുഹൃത്ത് പാണക്കാട്ട് ചെന്നപ്പോൾ തങ്ങൾ ചോദിച്ചു ഈ മുഅല്ലിമിനെ കുറിച്ച്, എന്താണ് അയാളെ കാണാത്തത്? അയാൾ വന്ന് ഈ മുഅല്ലിമിനോട് പറഞ്ഞു, നിങ്ങളെ തങ്ങൾ ചോദിച്ചിട്ടുണ്ട്, പോകാൻ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ചെന്നപ്പോൾ ചോദിച്ചു, എന്താ പെങ്ങളുടെ സ്ഥിതി? അപ്പൊ പറഞ്ഞു, തങ്ങളെ അത് വളരെ സീരിയസ് ആണ്, ഓപ്പറേഷൻ വേണം, 2.5 ലക്ഷം ഉറുപ്പിക വേണം. പഴയ കാലത്തിൽ 2.5 ലക്ഷം ഉറുപ്പിക വേണം, ഇപ്പോഴത്തെ അല്ല. 2.5 ലക്ഷം ഉറുപ്പിക വേണം. എനിക്ക് 2,000 ഉറുപ്പിയാണ് ശമ്പളം മദ്രസയിൽ. 2.5 ലക്ഷം ഉറുപ്പിക എനിക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ട് ഞാൻ അതിപ്പോൾ അങ്ങനെ ഞാൻ സീരിയസ് ആയി കാണുന്നില്ല. തങ്ങൾ ആ മുഅല്ലിമിനോട് ചോദിച്ചു, നിങ്ങളുടെ ഈ പെങ്ങളുടെ ജീവന് 2.5 ലക്ഷം ഉറുപ്പിക ഉള്ളൂ. ആ മുഅല്ലിമോട് വിട്ട് കരഞ്ഞുപോയി. മഹാനായ തങ്ങൾ പറഞ്ഞു, കരയണ്ട, നിങ്ങൾ ആ പെങ്ങളെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യണം. എപ്പോഴാണ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്നെ അറിയിക്കണം. അങ്ങനെ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. ഓപ്പറേഷന്റെ ദിവസം ഇന്നതാണ് എന്ന് തങ്ങളെ അറിയിച്ചു. ദിവസങ്ങൾ കാത്തിരുന്നു. ഓരോ ദിവസവും ബേജാറാവുകയാണ്, എന്റെ സ്ഥിതി എന്ത്? ഒരു ദിവസം ഒരാൾ വന്നു, ഈ മനുഷ്യനിങ്ങനെ ഇരിക്കുന്ന സ്ഥലത്ത് പോയി മുട്ടി വിളിച്ചു ചോദിച്ചു, നിങ്ങൾ ഇന്ന ആളല്ലേ? അതെ, എന്നാൽ ഞാൻ പാണക്കാട്ട് തങ്ങൾ അയച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കവർ കൊടുത്തു. ആ മുഅല്ലിം പറയുന്നു, ഞാൻ നോക്കിയപ്പോൾ എന്റെ പെങ്ങളുടെ ഓപ്പറേഷനു വേണ്ടിയും ഒന്നിച്ചു നിൽക്കുന്ന ഞങ്ങൾക്ക് വേണ്ടിയുള്ള ചെലവിന്റെ മുഴുവൻ തുകയും ആ കവറിലുണ്ടായിരുന്നു. അതാണ് നമ്മുടെ ലീഡർഷിപ്പ്, അതാണ് നമ്മുടെ നേതൃത്വം. ഉമർ അലി ശിഹാബ് തങ്ങൾ വഫാത്തായപ്പോൾ 12 കുടുംബങ്ങൾ കരഞ്ഞല്ലോ. കുടുംബക്കാർ പോലും അറിയില്ല നിങ്ങളെന്താ കരയുന്നത്, ഇനി ഞങ്ങൾക്കാരുണ്ടെന്ന് ചോദിക്കും. കാരണം ആ കുടുംബങ്ങളുടെ മുഴുവൻ ചെലവും വഹിച്ചത് ഉമർ അലി ശിഹാബ് തങ്ങളാണ്. അത് തങ്ങളുടെ കുടുംബം പോലും അറിയില്ല. അനാഥമായ ആ 12 കുടുംബങ്ങളെ സംരക്ഷിച്ചത് ഉമർ അലി ശിഹാബ് തങ്ങൾ. നിശബ്ദമാണ് നമ്മുടെ തങ്ങന്മാരുടെ പ്രവർത്തനങ്ങൾ. അതൊന്നും പുറത്ത് പ്രകടനപരിധിയിൽ കാണുകയില്ല. JDT ഹസനാജി അദ്ദേഹത്തിന്റെ അനുഭവം പറഞ്ഞിട്ടുണ്ട്. JDT ഹസനാജി പറഞ്ഞു, ഞാൻ എന്റെ കുടുംബത്തിലെ ഒരാളുടെ ജ്വല്ലറി ഉദ്ഘാടനത്തിന് പാണക്കാട്ട് തങ്ങളെ ക്ഷണിച്ചു. തങ്ങൾ ക്ഷണം സ്വീകരിച്ചു. വരുന്ന ദിവസവും ഞാനും ചെന്നു അവിടെ ഉദ്ഘാടനത്തിന്. ഉദ്ഘാടനം കഴിഞ്ഞ് എന്റെ കുടുംബം എത്തിപ്പെട്ട ആൾ തങ്ങൾക്ക് ഒരു സ്വർണമാല സമ്മാനമായി കൊടുത്തു. ആ ബോക്സ് അവിടെ കാറിൽ വെച്ച് തങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കൂടെ ഞാനും കയറി തങ്ങളുടെ കൂടെ. ഞാൻ ആ കാറിൽ നിന്നിങ്ങനെ ചിന്തിച്ചു, തങ്ങൾ ഇത്ര ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്, ഇങ്ങനെ എല്ലാവരും സ്വർണ്ണമാല കൊടുത്താൽ കൊടപ്പനക്കൽ ഇപ്പോൾ ഒരു ജ്വല്ലറിയായി കാണും എന്ന് ഞാൻ എന്റെ മനസ്സിൽ കരുതിയുള്ളൂ, പറഞ്ഞില്ല. പണ്ട് സമസ്തയുടെ ആലിമീങ്കലുടെ ഒരു സംഭവമുണ്ട്. സമസ്തയുടെ ആലിമീങ്കലുടെ ഒരു ഭക്ഷണം ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ മഹാനവറുകൾ ആലിമീങ്ങൾക്ക് ഭക്ഷണത്തിന് ക്ഷണിച്ചു. നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം നൽകിയപ്പോൾ
പുതിയാപ്പിൾ അബ്ദുറഹിമാൻ മുസ്ലിയാർ എന്നൊരു മഹാനുണ്ട്, സമസ്തയുടെ മഹാപണ്ഡിതനാണ്. മൂപ്പർ മനസ്സിൽ കരുതി, ഇങ്ങനെ വിഭവസമൃദ്ധമായ ഭക്ഷണം ഇസ്റാഫല്ലേ, മനസ്സിൽ കരുതിയേ ഉള്ളൂ, ഒന്നും പറഞ്ഞില്ല. അപ്പൊ അപ്പുറത്ത് ചാപ്പനങ്ങാട് ഉസ്താദ് പറയാണ്, ഇത് ഇസ്റാഫല്ല കേട്ടോ, ഇക്റാമാണ്, മനസ്സിൽ കരുതിയിട്ടുള്ളൂ. പുതിയാപ്പിൾ അബ്ദുറഹിമാൻ മുസ്ലിയാർ ഞെട്ടിപ്പോയി. പിന്നെ ഭക്ഷണം കഴിക്കാൻ പോലും കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ വിഷമം മാറി, ഭക്ഷണം കഴിക്കാതെ തന്നെ വിഷമം മാറി. കാരണം മനസ്സിൽ തോന്നിയപ്പോൾ തന്നെ മറുപടി ദൂരെ നിന്ന് വരികയാണ്, ഇത് ഇസ്റാഫല്ല കേട്ടോ, ഇക്റാമാണ്, അള്ളാഹുവിന്റെ ആരിഫീങ്ങൾക്ക് അള്ളാഹു നൽകുന്ന കഴിവാണ്. ആ മഹാന്മാരുടെ കൂടെ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ, നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ, അവരുടെ മുഹിബ്ബീങ്ങളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അപ്പോൾ ഞാൻ പറയുന്നു, ഈ JDT ഹസനാജ് മനസ്സിൽ കരുതി ഇത് ജ്വല്ലറി ആയിരിക്കുമല്ലോ കുടപ്പനക്കൽ. അങ്ങനെ ആ വണ്ടി മറ്റൊരു സ്ഥലത്ത് നിർത്തി, മറ്റൊരു പരിപാടിക്ക് വേണ്ടി. തങ്ങൾ ഇറങ്ങിയപ്പോൾ ഞാനും ഇറങ്ങി. ഹസനാജ് പറയുകയാണ്, ആ പരിപാടി കഴിഞ്ഞ് തങ്ങൾ കാറിന് സമീപത്ത് വരുമ്പോൾ ഒരു പാവപ്പെട്ട സ്ത്രീ അവിടെ നിൽക്കുന്നു. അവർ കണ്ണീരോടെ തങ്ങളോട് പറഞ്ഞു, തങ്ങൾ പാപ്പ വരുന്നു എന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ കാത്തു നിൽക്കുന്നത്, എനിക്ക് വേണ്ടി ദ്വാ ചെയ്യണം, എന്റെ മോൾക്ക് വേണ്ടി ദ്വാ ചെയ്യണം, എന്റെ മോളെ കല്യാണം അടുത്ത ആഴ്ചയാണ്. തങ്ങൾ അവിടെ വെച്ച് എന്റെ ഫാത്തിഹ വിളിച്ച് ദ്വാ ചെയ്തു. കണ്ണീരോടെ ആ സാധു സ്ത്രീ ആമീൻ ചൊല്ലി. മഹാനായ തങ്ങൾ കാറിൽ കയറി ഇരുന്നിട്ട് ഡ്രൈവറോട് പറഞ്ഞു, ആ ബോക്സ് ഇങ്ങെടുക്കൂ. നേരത്തെ കിട്ടിയ ബോക്സ് നേരെ ആ സ്ത്രീയുടെ കയ്യിൽ വെച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇതിലെന്തുണ്ടെന്ന് അറിഞ്ഞുകൂടാ, ഇത് കൊണ്ടുപോയിക്കോളൂ, ഇനി വല്ലതും ആവശ്യമുണ്ടെങ്കിൽ കുടപ്പനക്കിലേക്ക് വന്നോളൂ. പ്രിയപ്പെട്ടവരെ, ഇതാണ് തങ്ങൾ. നമുക്ക് ആ തങ്ങളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഹസനാജ് പറയുന്നു, ഞാൻ ഞെട്ടിപ്പോയി. കാരണം മനുഷ്യ സഹജമായൊരു വികാരമുണ്ട്. ആ അതിലുള്ള ആഭരണത്തിന്റെ സൗന്ദര്യം ഒന്ന് കാണുക എന്നത് മനുഷ്യ സഹജമാണ്. ഒരു നല്ല ഡ്രസ്സ് കണ്ടാൽ നമ്മൾ നോക്കിപ്പോകും, ഒരു നല്ല വാച്ച് കണ്ടാൽ നോക്കിപ്പോകും, അത് മനുഷ്യ സഹജമാണ്. സൗന്ദര്യം ആസ്വദിക്കുക എന്ന മനുഷ്യ സഹജമാണ്. ഒരു മൂരിയെ കണ്ടാൽ നോക്കിപ്പോകും, ഒരു കാളയെ കണ്ടാൽ നോക്കിപ്പോകും, നല്ലതിനെ. അങ്ങനെയാണ് മനുഷ്യന്റെ സ്വഭാവം. അപ്പോൾ സൗന്ദര്യം കണ്ട് ആസ്വദിക്കുക എന്ന മനുഷ്യ സഹജമായ സ്വഭാവം പോലും ഈ മഹാനായ മനുഷ്യൻ കാണിച്ചില്ല എന്ന് JDT ഹസനാജ് സാക്ഷ്യപ്പെടുത്തുന്നു. അതാണ് ദുനിയാവിനെ തലാക്ക് ചെല്ലിയ അള്ളാഹുവിന്റെ ആരിഫീങ്ങളുടെ ലക്ഷണമായി നമ്മുടെ ഇമ്മത്ത് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അവർക്കിതൊന്നും ദുനിയാവിന്റെ സൗന്ദര്യമൊന്നും ഒരു പ്രശ്നമല്ല. ആ മാല ബോസ് എടുത്ത് അങ്ങനെ കൊടുത്തു, എന്താ നോക്കിയില്ല. നമ്മളൊക്കെ നോക്കൂലേ, എന്താ ഇല്ലേ, നോക്കാതെ കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അതാണ് മഹാനായ തങ്ങൾ. ആ തങ്ങളെപ്പോലുള്ള മഹാന്മാരായ നേതാക്കന്മാരും മഹാന്മാരായ ആലിമ്യങ്ങളുമാണ് നമ്മളാക്കിയത്. അതുകൊണ്ട് നമ്മളെപ്പോഴും അവർ വെട്ടിത്തെളിച്ചൊരു വഴിയുണ്ട്, ഒരു കാൽപ്പാടുണ്ട്. ആ കാൽപ്പാടിനെയാണ്, ആ വഴിയാണ് നാം പിന്തുടരേണ്ടത്. ആലിമ്യങ്ങളെ നമ്മൾ വിസ്മരിച്ചു പോകരുത്. അവരെ നമ്മൾ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ ആലിമ്യങ്ങളെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്, പക്ഷേ സമയം വളരെ ദീർഘിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഏറെ പറയുന്നില്ല. ഞാൻ പറയുന്നു, നമ്മുടെ ആലിമ്യങ്ങൾ ഓരോരുത്തരും ഒരു ദിവസം തന്നെ പ്രസംഗിക്കാൻ മാത്രം വിശാലമാണ് അവരുടെ വ്യക്തിത്വം. ആ വ്യക്തിത്വമുള്ള മഹാന്മാരായ പണ്ഡിത ശ്രേഷ്ഠന്മാരാണ് നമ്മെ നയിച്ചിട്ടുള്ളത്. അവരാണ് നമുക്ക് മാർഗദർശനം നൽകിയിട്ടുള്ളത്. ആ പ്രസ്ഥാനത്തെ അതിജീവിക്കാൻ വേറെ ദുനിയാവിന്റെ ഒരു പളപളപ്പിനും കഴിയില്ല എന്ന് കാലം സാക്ഷിയായിട്ടുണ്ട്. നമുക്കെതിരെ വന്ന എല്ലാം അസ്തമിച്ചു പോയില്ലേ? ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മുസീബത്ത്, ഞാൻ എന്റെ മനസ്സിലുള്ള ഒരാശങ്ക ഞാൻ പറയട്ടെ. എന്റെ മനസ്സിലുള്ള ഒരാശങ്ക, മറ്റേ ചങ്ങാതി മഹല്ലുകളെ പിടിച്ചെടുക്കാൻ ശ്രമം നടത്തി. ഒരു മഹല്ലും പിടിച്ചെടുക്കാൻ കഴിയില്ല എന്ന് ബോധ്യം വന്നപ്പോൾ കാലിനൊത്ത ചെരുപ്പ് കിട്ടാത്ത സമയത്ത് ചെരുപ്പിനൊത്ത് കാല് മുറിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതാണ് കേരള മുസ്ലിം ജമാഅത്തിന്റെ പിറവി. കേരള മുസ്ലിം ജമാഅത്ത് മഹല്ലിൽ കമ്മിറ്റി ഉണ്ടാക്കുമ്പോൾ എന്തായിരിക്കും പേര്? നിങ്ങളെ മഹലിന്റെ പേരെന്താ? മഹലിന്റെ പേര് തൊടുവാനൂർ മഹല്ല് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി എന്നവർ പേര് വെക്കും. ഇപ്പോൾ നമ്മുടെ മഹലിന്റെ പേര് അതായിരിക്കില്ലേ? അല്ലേ? എന്റെ മഹലിന്റെ പേര് കല്ലായി മഹല്ല് മുസ്ലിം ജമാഅത്താണ്. കല്ലായി മഹല്ലിൽ കാന്തപുരം പാർട്ടി ഉണ്ടാക്കിയാൽ എന്തായിരിക്കും പേര്? കല്ലായി മഹല്ല് മുസ്ലിം ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ചെരുപ്പിനൊത്ത് കാല് മുറിച്ചെങ്കിലും നമ്മോട് യുദ്ധം ചെയ്യാൻ അവർ തീരുമാനിച്ചിട്ടുണ്ടെന്നർത്ഥം. അപ്പോൾ റെസീറ്റ് ബുക്കടിക്കും, പിരിവെടുക്കും. ഇതേതാണെന്ന് ആളുകൾക്ക് തിരിച്ചറിയാതെ വരും. അങ്ങനെ ഒരു കൺഫ്യൂഷൻ കേരളീയ മുസ്ലിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുടെ ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. ആ സംശയം ശരിയാണോ തെറ്റാണോ എന്ന് കാലം കുറച്ച് കഴിയുമ്പോൾ തെളിയിക്കപ്പെടും. അതുകൊണ്ട് ഇപ്പൊ ഞാനത് വിധി പറയുന്നില്ല, എന്റെ സ്വന്തം സംശയമാണ്.
നിങ്ങളുമായി പങ്കുവെക്കുന്നു. ചിലപ്പോൾ വലിയൊരു ആശയക്കുഴപ്പം ഭാവിയിൽ വരാൻ സാധ്യതയുണ്ട്. ഇന്ന് നിലവിൽ മട്ടന്നൂർ മഹല്ല് മുസ്ലിം ജമാഅത്തിന്റെ പകരം അവരൊരു മഹല്ല് മുസ്ലിം ജമാഅത്ത് ഉണ്ടായാൽ നമുക്ക് കോടതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയും. ഇന്ന് നിലവിൽ കഴിയും. എന്നാൽ കേരള മുസ്ലിം ജമാഅത്തിന്റെ ബ്രാഞ്ച് എന്ന നിലക്ക് മട്ടന്നൂർ മഹല്ല് മുസ്ലിം ജമാഅത്ത് എന്ന് റെസീറ്റ് അടിച്ചാൽ ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഇതേതോ ഒരു ഗൂഢമായൊരു ബുദ്ധിയുടെ ഉപദേശത്തോടെ നടത്തിയ നിഗൂഢമായ പ്രവർത്തനമാണ് എന്ന് ഞാൻ സംശയിക്കുന്നു. ആ സംശയം അസ്ഥാനത്താണെങ്കിൽ തള്ളിക്കളയാം. ഇനി സ്ഥാനത്താണെങ്കിൽ അതിനെപ്പറ്റി ഗൗരവതരമായി നമ്മൾ ആലോചിക്കേണ്ടതാണ് എന്ന് മാത്രം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നു. അള്ളാഹു സഹായിക്കുമാറാവട്ടെ. അണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ഉമർ അലി ശിഹാബ് തങ്ങളും അതുപോലെ നേതാക്കന്മാരും അലിമീങ്ങളും വെട്ടിത്തെളിച്ച വഴിയിലൂടെ മുമ്പോട്ട് പോകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പണക്കാട്ട് തങ്ങൾ ആ പ്രിയപ്പെട്ട ഭാര്യയുടെ കബറിന്റെ ഭാഗത്തേക്ക് തങ്ങളെ ആനയിച്ചു കൊണ്ടുപോയ പ്രിയപ്പെട്ട ഉമർ അലി ശിഹാബ് തങ്ങൾ, ആ പ്രിയപ്പെട്ട പാണക്കാട്ട് തങ്ങളും പ്രിയപ്പെട്ട ഷെരീഫ ഫാത്തിമ ഹജ്ജുമ്മയും ഒന്നിച്ചൊന്നിച്ച് അവിടെ അടുത്തടുത്തായി അന്ത്യവിഷമം കൊള്ളുകയാണ്. ആ ഖബർ അല്ലാഹു വിശാലമാക്കട്ടെ. അവരെയും നമ്മയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ദുആയിൽ ഈ എളിയവരെ ഉൾപ്പെടുത്തുക. അല്ലാഹു സഹായിക്കുമാറാവട്ടെ. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി